കേസ് തോൽപ്പിച്ചിട്ട് എന്നെ നിയമം പഠിപ്പിക്കാൻ വരിക. അയാളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ആ ഡോക്യുമെന്റ്സ് എല്ലാം നഷ്ടപ്പെട്ടത് അയാളുടെ കയ്യിൽ നിന്നല്ലാന്ന്. ചോദിച്ച പണം കൊടുത്തിട്ട് അയാളെ വക്കീലാക്കി വെച്ചത്, അല്ലാതെ വെറുതെ അല്ല. മാഡത്തിന്റെ അനിയത്തിയാ നമ്മളെ ചതിച്ചത്. അത് തടയാൻ നമുക്ക് സാധിച്ചില്ല. അതിന് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാ വക്കീല് പറയുന്നത്. അയാൾ അഡ്വക്കേറ്റാക്കി വെച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. മൂർത്തി, മാഡം, ഇനി അയാളുടെ ആവശ്യം നമുക്കില്ല. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടാൻ നാളെ തന്നെ വേറെ നല്ലൊരു വക്കീലിനെ കണ്ടെത്തണം. എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും ഏറ്റവും മിടുക്കൻ വക്കീലിനെ തന്നെ വെക്കണം. ശരി മാഡം. ആ, സമൃദ്ധ ഇരിക്ക്. എന്താ എന്തുപറ്റി? എന്താ മോമല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി എന്ത് പറ്റാനാ? കേസ് തോറ്റു. അയ്യോ, തോറ്റുപോയോ? ഷോ, കഷ്ടായല്ലോ. എന്നാലും എന്തൊരു പണിയായി കോടതി കാണിച്ചു. ന്യായം മുഴുവൻ അവന്തികയുടെ ഭാഗത്തല്ലേ? എന്നിട്ടും കേസ് തോക്കാന്നൊക്കെ പറഞ്ഞ കോടതിക്ക് വേണ്ട തെളിവുകളാ. കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന തെളിവുകൾ എന്റെ വീട്ടിൽ നിന്ന് ആരോ ചോർത്തി അഡ്വക്കേറ്റ് ആരതിയുടെ കയ്യിലെത്തിച്ചു. അവളത് കോടതിയിൽ എനിക്കെതിരെ ഉപയോഗിച്ചു. എനിക്ക് അനുകൂലമായി സാക്ഷി പറയാന്ന് പറഞ്ഞ സന്ദീപും സമയത്ത് വന്നില്ല. സാരമില്ല, ഇവിടെ തോറ്റാലും ഇതിനു മുകളിലും കോടതികളുണ്ടല്ലോ. അവിടെ അവന്തിക ജയിക്കും. കാരണം നീതിയും ന്യായവും സത്യവും എല്ലാം അവന്തികയുടെ ഭാഗത്തല്ല. ഇതെല്ലാം ആ ജോത്സ്യം പറഞ്ഞ ദോഷങ്ങൾ കൊണ്ടാ. ആ ദോഷങ്ങളൊന്നും മാറ്റാതെ ഇനി കേസ് ജയിക്കില്ല. അയാള് പറഞ്ഞ പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. എങ്കിലേ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെയാവൂ. അത് ചെയ്യണം. എത്രയും വേഗം ജോത്സ്യം പറഞ്ഞ പൂജകളെല്ലാം ചെയ്യണം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനും അവന്തികയുടെ കൂടെയുണ്ട്. എനിക്കൊരു വിഷമവുമില്ല. കേസ് തോറ്റു എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.